BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ഞാൻ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഉത്തമ വിശ്വാസമുണ്ട്. അത് കാരണം പ്രധാനപ്പെട്ടത് ഇവിടെ ജനങ്ങളുടെ പിന്തുണയും സ്നേഹവുമാണ്. അത് എനിക്ക് വാനോളം കിട്ടുന്നുണ്ട്. തമ്പാനു വാർഡിൽ ചരിത്രത്തില്ല, പ്രത്യേകിച്ച് രാജാജി നഗറിൽ കഴിഞ്ഞ 50 വർഷക്കാലമായി കെട്ടിടങ്ങൾ ചെയ്തിട്ടതിന് ശേഷം ഒരു മെയിൻ്റെനൻസ് നടത്തിയിട്ടില്ല. ഇന്ന് പഴക്കം കൊണ്ട് എല്ലാ വീടുകളും ഇടിഞ്ഞു വീഴാറായുള്ള അവസ്ഥയിലാണ്. ഡ്രെയിനേജിൽ പൊട്ടിയൊലിച്ച് പാവപ്പെട്ട കുട്ടികൾക്കെല്ലാം അസുഖമാണ്. പലരെയും പല സർക്കാർ ആശുപത്രിയിലും അല്ലാതെയൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ പൈപ്പ് വെള്ളം കിട്ടുന്നില്ല, അടിസ്ഥാന സൗകര്യമില്ല. ഒരു കല്യാണം നടത്തുന്ന വേണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുത്ത് ചെയ്യാനുള്ള മാർഗം ഈ പാവപ്പെട്ട ആൾക്കാർക്കില്ല. അത്തരം കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭവന നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ട് ഉപയോഗിച്ച് നമ്മളെ ബഹുമാനീയനായ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സാറിന്റെ ഒരു സമഫലമായിട്ടുള്ള ചർച്ച മന്ത്രിയുമായി നടത്തിയിട്ടുണ്ട്, കേന്ദ്രമന്ത്രിയുമായിട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 100 കോടി രൂപയുടെ ഭവന നിർമ്മാണ പദ്ധതിയാണ് ഈ രാജാജി നഗറിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ AC ആയിട്ടുള്ള കല്യാണ മണ്ഡപം ഈ പ്രദേശത്ത് തന്നെ നമ്മൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വാർദ്ധക്യ ജനങ്ങൾക്കും കുട്ടികൾക്കുള്ള 2 പാർക്കുകൾ വ്യത്യസ്തമായ രീതിയിൽ അവരെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ദൃശ്യ മാധ്യമങ്ങളോടുകൂടിയുള്ള പാർക്ക് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലം, ഫുട്ബോൾ ഗ്രൗണ്ട് ഇവിടെ സ്ഥാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കലാകേന്ദ്രം വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി പദ്ധതികൾ. ആമേഴിഞ്ഞാന്തോട് ഇവിടെ ഒരു തലവേദനയാണ്. അത് നമ്മൾ ആധുനിക രീതിയിൽ മുഴുവൻ മാറ്റി ഒരു ആധുനിക രീതിയിലുള്ള പുറം കാണാത്ത രീതിയിൽ നമ്മളെ മൊത്തം പുതിയതായി നിർമ്മിച്ചുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കും. ചവറ് സംസ്കരണം നമ്മൾ കൃത്യമായി നടത്തും. ഹരിതകർമ്മ സേനയെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു കൗൺസിലറായിരിക്കും ഞാൻ. കോൺഗ്രസിന്റെ ചില നേതാക്കൾ ഹരിതകർമ്മ സേനയെ വിമർശിക്കുകയും അവരാണ് ഈ നാട്ടിന്റെ ശാപമെന്ന് പറയുകയും കോൺഗ്രസ്സുകാർ ചെയ്തുവെങ്കിൽ BJPക്കാർ പറയുന്നു നമ്മുടെ പ്രിയപ്പെട്ടവരാണ്, അവരാണ് ഈ നഗരം വൃത്തിയാക്കി സമൂഹത്തെ മാതൃകയാക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അവർ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ നഗരസഭ നമ്മൾ അധികാരത്തിൽ വന്നാൽ നേരിട്ട് ഹരിതകർമ്മ സേനയിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഞങ്ങൾ മുന്നോട്ട് പോകും. പാവപ്പെട്ട അമ്മമാർക്ക് പടികേറി പോകേണ്ട ലിഫ്റ്റുള്ള പാർപ്പിട സൗകര്യങ്ങളാണ് നമ്മൾ ഒരുക്കാൻ പോകുന്നത്. തീർച്ചയായും അതുകൊണ്ട് തന്നെ BJPക്ക് അവർ വോട്ട് ചെയ്യും, നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യും.